ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസറുകൾ വീണ്ടും ഗർജിക്കുകയാണ്. സമാജ്വാദി പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള ഇറ്റാവയിൽ 800 വർഷം പഴക്കമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു മക്ബറ അർദ്ധരാത്രി പൊളിച്ചു മാറ്റിയതിന് പിന്നിൽ കേവലം ഒരു കയ്യേറ്റം ഒഴിപ്പിക്കൽ മാത്രമല്ല, മറിച്ച് പ്രതിപക്ഷത്തെ ശ്വാസം മുട്ടിക്കുന്ന അതിബുദ്ധിപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കെണിയുമുണ്ട്. വനഭൂമി കയ്യേറി നിർമ്മിച്ച ഇസ്ലാമിക വിശുദ്ധരുടെ ഖബറിടമായിട്ടുള്ള മക്ബറയാണ് യോഗി സർക്കാരിന്റെ വനം വകുപ്പ് അതിവേഗ ഓപ്പറേഷനിലൂടെ തകർത്ത് തരിപ്പണമാക്കിയത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് 20-ലധികം പോലീസുകാരുടെ കാവലിൽ 3 ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇറ്റാവയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള ഫിഷർ ഫോറസ്റ്റ് ഏരിയയിലെ ബിഹഡ്വാലെ സയ്യിദ് ബാബ മക്ബറ പൂർണ്ണമായും പൊളിച്ചു മാറ്റിയത്. കമ്പാർട്ട്മെന്റ് നമ്പർ 3 ഉൾപ്പെട്ട 3000 ചതുരശ്ര അടി സർക്കാർ ഭൂമിയിലായിരുന്നു സയ്യിദ് ഷാ ബാബയുടെ ഈ ഖബറിടം. 7 മണിക്കൂർ നീണ്ട ഓപ്പറേഷനൊടുവിൽ അർദ്ധരാത്രി 1 മണിയോടെ പൊളിക്കൽ പൂർത്തിയാക്കുകയും ആ സ്ഥാനത്ത് വനം വകുപ്പ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. മക്ബറയ്ക്ക് 800 വർഷത്തെ പഴക്കമുണ്ടെന്ന് കെയർടേക്കർ ഫസലി ഇലാഹി വാദിച്ചെങ്കിലും ഇത് കോടതിയിൽ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ വർഷം ജനുവരിയിൽ ഹിന്ദു സംഘടനകൾ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ നൽകിയ പരാതിയിലാണ് ഇതിന്റെ തുടക്കം. ജനുവരി 5-ന് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഓഫീസിൽ നിന്ന് അന്വേഷണം ഉത്തരവിട്ടു. 1916, 1936, 1946 കാലഘട്ടങ്ങളിലെ ഗസറ്റ് രേഖകൾ പ്രകാരം ഇത് പൂർണ്ണമായും വനം വകുപ്പിന്റെ ഭൂമിയാണെന്നും 1980-ലെ വനസംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ ഇവിടെ യാതൊരു നിർമ്മാണങ്ങളും പാടില്ലെന്നും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അശോക് കുമാർ ശർമ്മ വ്യക്തമാക്കി. തുടർന്ന് ജനുവരി 23-ന് ഇവിടുത്തെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ വിലക്കി. മാർച്ച് 28-ന് രേഖകൾ ഹാജരാക്കാൻ അവസാന അവസരം നൽകിയെങ്കിലും പരാജയപ്പെട്ടതോടെ കാൺപൂർ ഫോറസ്റ്റ് കൺസർവേറ്റർ അപ്പീൽ പൂർണ്ണമായും തള്ളുകയായിരുന്നു. സാധാരണ കോടതികളെ ഒഴിവാക്കി വനസംരക്ഷണ നിയമം എന്ന ശക്തമായിട്ടുള്ള കേന്ദ്ര നിയമം ഉപയോഗിച്ചതിലൂടെ യാതൊരു നിയമ തടസ്സങ്ങളുമില്ലാതെ ഈ നടപടി അതിവേഗം പൂർത്തിയാക്കാൻ UP സർക്കാരിന് കഴിഞ്ഞു. അഖിലേഷ് യാദവിന്റെ തട്ടകമായിട്ടുള്ള ഇറ്റാവയിൽ തന്നെ ഈ ബുൾഡോസർ പ്രയോഗം നടത്തിയത് സമാജ്വാദി പാർട്ടിക്ക് വലിയൊരു കെണിയാണ്. ഈ പൊളിക്കലിനെ SP എതിർത്താൽ അവർ അനധികൃത കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നവരാണെന്നും ഹൈന്ദവ വിരുദ്ധരാണെന്നും BJP മുദ്രകുത്തും. ഇനി അവർക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്ന OBC ദളിത് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് ഭയന്ന് SP നിശബ്ദത പാലിച്ചാലോ പാർട്ടിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ അവർക്കെതിരെ തിരിയും. ഒരു മതത്തിനെയും പ്രീണിപ്പിക്കാതെ മതേതരത്വം നടപ്പിലാക്കാനും അതേസമയം പ്രതിപക്ഷത്തെ പൂർണ്ണമായും നിസ്സഹായരാക്കാനുമുള്ള യോഗി സർക്കാരിന്റെ പരീക്ഷിക്കപ്പെട്ട തന്ത്രമാണ് അനധികൃത നിർമ്മിതികൾക്ക് നേരെയുള്ള ഈ ബുൾഡോസർ നടപടികൾ. അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റി ഒറ്റ രാത്രി കൊണ്ട് അവിടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ അധികാരവും നിയമവും ആരുടെ കൈകളിലാണെന്ന കൃത്യമായ സന്ദേശം കൂടിയാണ് UP-യിലെ BJP സർക്കാർ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.